നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞോടെ ഫ്ലൂയിഡ്സ് വരെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഇനിയും എടുത്തു തരണം, പരീക്ഷയ്ക്ക് മുമ്പ് ഏതെങ്കിലും ഒക്കെ ടോപ്പിക്സ് എടുത്തു തരണം, ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്നും എടുത്തു തരാനൊന്നുമില്ല, എല്ലാം എടുത്തു തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോസ് മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങളുടെ സീനിയേഴ്സോ സൂപ്പർ സീനിയേഴ്സോ എൻ്റെ സൂപ്പർ സീനിയേഴ്സോ ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് കൊണ്ട് പറയുമല്ല, ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. കണ്ട് പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും ഒക്കെ 11, 12, 13 ഓസിലേഷൻ വേവ്സ്, ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ് ഈ ചാപ്റ്റർ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് പഠിക്കാം. ഞാൻ ആവശ്യമുള്ള ടോപ്പിക്കുകൾ പറയാം. അത് ഞാൻ ഒരുപക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് നോക്കിയേക്കുക. അന്നേരം സിമ്പിളായിട്ട് നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ നടത്താം. 11 to 15, 11, 12, 13, 14, 15 കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേത് വീഡിയോ കണ്ടാലും, ആരുടെ ചാനൽ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക മാക്സിമം. അന്നേരം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. നമ്മൾ ചൂടുണ്ടെന്ന് അറിയുന്നത് നമ്മളാണ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് അറിയുന്നത് അല്ലേ? അന്നേരം ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് തെർമോമീറ്റർ. ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിനെ പറയുന്ന ഒരു തെർമോമീറ്റർ. അത് ഹീറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്ന ഒരു കലോറിമീറ്റർ. ഇത് തെറ്റിപ്പോരുതേ. ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്ന ഒരു തെർമോമീറ്റർ ആണെങ്കിൽ ഹീറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്ന ഒരു കലോറിമീറ്റർ. ടെമ്പറേച്ചർ 3 സ്കെയിൽസ് കോമൺലി യൂസ്ഡ് ആണ്. സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ്, കെൽവിൻ. സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ്ഡ് ആണ്. സെൽഷ്യസ് സ്കെയിൽ ഇപ്പൊ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ കെൽവിനിലല്ല, നിങ്ങൾക്ക് 100 ഡിഗ്രി അല്ല 100 കെൽവിൻ എന്നൊന്നും പറയത്തില്ലല്ലോ, 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. അന്നേരം സെൽഷ്യസ് സ്കെയിലാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഫാരൻഹീറ്റ്, മൂന്നാമത്തത് കെൽവിൻ സ്കെയിൽ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, സെൽഷ്യസിനെ നമുക്ക് കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ 273 ആഡ് ചെയ്താൽ മതി. ഉദാഹരണം 0 ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിൻ ആക്കണമെങ്കിൽ 0 + 273. 10 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ആക്കണമെങ്കിൽ 10 + 273, 283. അന്നേരം എല്ലാത്തിനും നമുക്ക് കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ആഡ് ചെയ്താൽ മതി? 273 ആഡ് ചെയ്യാം. അന്നേരം T ഡിഗ്രി സെൽഷ്യസ് + 273 = K. ഒരു എക്സാമ്പിൾ ആണ്. 10 ഡിഗ്രി സെൽഷ്യസ് + 273 = 283 കെൽവിൻ. പിന്നെ റിലേഷൻ കണക്ടിങ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെൽഷ്യസും ഫാരൻഹീറ്റും നമ്മുടെ കെൽവിനും തമ്മിലുള്ള 3-ൽ ഏതെണ്ണത്തിനെയും പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ C/100 = F - 32/180 = K - 273/100. ഒന്നുകൂടെ ചേർന്നുള്ള ഇക്വേഷൻ C/100 = F - 32/180 = K - 273/100. അതായത് ഇതോടെ 3 റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചുകൊണ്ട് പോവുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ എന്താണ്, ഹീറ്റിന്റെ കലോറിമീറ്റർ ഇവിടെ കിടപ്പുണ്ട്. ഹീറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് കലോറിമീറ്റർ ആണ്. പിന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിമ്പിൾ ടോപ്പിക് ആണ്. അതാണ് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് പോകുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം നന്നായിട്ട്. ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അതിൽ തന്നെ ഉണ്ട് എന്റെ അർത്ഥം. ഈക്വിപാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഏതിനെ? എനർജി. അന്നേരം ഒരു സിസ്റ്റത്തിനകത്തെ ടോട്ടൽ എനർജിയെ ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അതിനുള്ള ഇക്വേഷൻ ആണ് E = ½ kBT. അതിനകത്ത് KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. പിന്നെ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ. There are 3 modes of heat transfer. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതിനകത്ത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പടം വരച്ച് കാണിക്കാം. ഇതിനകത്ത് കുറെ, ഇതൊരു അയൺ റോഡ് ആണ്, ഇതിനകത്ത് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കുന്നതെല്ലാം. ഞാൻ ഇവിടോട്ട് ഹീറ്റ് കൊടുക്കുന്നു. ഈ ഹീറ്റ് ഈ മോളിക്യൂളിൽ നിന്ന് ഈ മോളിക്യൂളിലോട്ട് വരും, ഈ മോളിക്യൂളിൽ നിന്ന് ഈ മോളിക്യൂളിലോട്ട്, ഈ മോളിക്യൂളിൽ നിന്ന് ഈ മോളിക്യൂളിലോട്ട്, ഇങ്ങനെ പതുക്കെ ഇവിടെ വരുത്തുള്ളൂ. അതായത് ഒരു വശത്ത് ചൂട് കൊടുത്താൽ, ഒരു ഇരുമ്പ് തണ്ടിന് അയൺ റോഡിന് ചൂട് കൊടുത്താൽ പതുക്കെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുത്തുള്ളൂ. അന്നേരം 3 പോയിന്റ് ഓർത്തിരിക്കുക. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ്സിൽ മാത്രമേ ഉള്ളൂ, സ്ലോ പ്രോസസ് ആണ്, വിത്തൗട്ട് ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മോളിക്യൂൾസിന്റെ ബോഡി തമ്മിൽ മൂവ് ചെയ്യുന്നില്ല, അല്ലാത്തതാണ്. അതാണ് കണ്ടക്ഷൻ. അന്നേരം എന്താണ് കൺവെക്ഷൻ? കൺവെൻഷൻ അല്ല, കൺവെക്ഷൻ.
കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഹീറ്റ് ഇങ്ങോട്ടേക്ക് വരും. അന്നേരം ലിക്വിഡ്സിലാണ്, ഫാസ്റ്റ് പ്രോസസ്സാണ്. ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, ബോഡിലി അതായത് മോളിക്യൂൾസിന്റെ ബോഡി തമ്മിൽ നന്നായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും വളരെ സ്പീഡായിട്ട്. അന്നേരം ലിക്വിഡ്സിലാണ്, ഫാസ്റ്റ് ആണ്, ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ്. അന്നേരം കണ്ടക്ഷൻ കഴിഞ്ഞു, കൺവെക്ഷൻ കഴിഞ്ഞു. അടുത്ത റേഡിയേഷൻ. ഡയറക്റ്റ് ആയിട്ട് ഒരു മീഡിയത്തിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹീറ്റ് കിട്ടുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ മോഡിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൺ എന്ന് പറയുന്നത്. റേഡിയേഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൺ. അന്നേരം ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ പഠിച്ചു എന്ന് മാഷ് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നിങ്ങൾ പഠിച്ചോണം, എളുപ്പമുള്ള ടോപ്പിക്കൊക്കെയാണ്. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇതൊക്കെ പഠിച്ചോളുക. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഐസോകോറിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. പിന്നെ അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്തോട്ട് ഹീറ്റ് എൻട്രിയോ ലീവോ ഒന്നും ചെയ്തില്ല, അതാണ് അഡിയാബാറ്റിക് പ്രോസസ്. പിന്നെ ഹീറ്റ് എഞ്ചിൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. അതുകൊണ്ട് കാർനോട്ട് സൈക്കിൾ നിങ്ങൾ പഠിക്കുക. കാർനോട്ട് സൈക്കിൾ ഒന്ന് വരച്ച് പഠിച്ചേക്കുക. കാർനോട്ട് സൈക്കിൾ ഇതൊന്ന് വരച്ച് കൃത്യമായിട്ട് പഠിക്കുക. അതിനകത്ത് 4 പ്രോസസ്സ് പഠിക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അതൊന്ന് പഠിച്ചാൽ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ പഠിക്കുക. ഈറ്റ ഈസിക്കൽ Q1 - Q2 / Q1. അത് ടെമ്പറേച്ചർ ടേംസിലാണ്. ഈറ്റ ഈസിക്കൽ T1 - T2 / T1. റെഫ്രിജറേറ്റർ ഇല്ല സിലബസിൽ, അത് പഠിക്കണ്ട. ബോയിൽസിലോ ചാൾസിലോ ഒക്കെ ഒന്ന് പഠിക്കുക. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസസിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണ്? ഗ്യാസ് മോളിക്യൂൾസ് ഹാർഡ് ആണ്, സ്മൂത്ത് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പിയർ ആണ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ കൊളീഷൻ നടക്കാം. അടുപ്പിച്ചുള്ള കൊളീഷൻ നമ്മൾ പറയുന്ന പേര് ഫ്രീ പാത്ത് എന്നാണ്. അങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്സ്. ഈ മീൻ ഫ്രീ പാത്തിനുള്ള ഡെറിവേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മീൻ ഫ്രീ പാത്തിനുള്ള ഡെറിവേഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ലോസ് ഓഫ് ബ്ലാക്ക്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ലിക്വിഡ്സിന്റെയും കൂട്ടല്ല. വാട്ടർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കൽ സാധനമാണ്. വെള്ളം ഒരു 0 മുതൽ 4 വരെ വലിയ കുഴപ്പമില്ല. 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ടെമ്പറേച്ചർ എക്സ് ആക്സിലും വോളിയം വൈ ആക്സിലും. 4 വരെ ഏകദേശമൊക്കെ വലിയ കുഴപ്പമില്ല. 4 കഴിയുമ്പോൾ പെട്ടെന്ന് വോളിയം ഇൻക്രീസ് ചെയ്യും. അന്നേരം ഡെൻസിറ്റി കൂടും. കാരണം ഡെൻസിറ്റി ഈസിക്കൽ ടു മാസ് ബൈ വോളിയം ആണ്. അന്നേരം വോളിയം കൂടിയാൽ ഡെൻസിറ്റി കുറയും. അന്നേരം അതിനെ പറയുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അത് എബോവ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷമാണ് പെട്ടെന്നൊരു സഡൻ റൈസ്. അതുകൊണ്ടാണ് അതിനെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അത് പഠിക്കുക. നിങ്ങൾ ഐസോതെർമൽ ചേഞ്ചും അഡിയാബാറ്റിക് ചേഞ്ചും ഒന്ന് പഠിച്ചുകൊണ്ട് പോകുക. ലാൻഡ് ബ്രീസും സീ ബ്രീസും അത് ഓർത്തോളം. തെർമൽ കൺവെക്ഷൻ എഴുതിയാൽ തന്നെ 1 മാർക്ക് ഉറപ്പിക്കാം. ലാൻഡ് ബ്രീസും സീ ബ്രീസും ആൻഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെപ്റ്റഡ് ബൈ എ ഗ്യാസ് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ മതി. ഈ ചാപ്റ്ററിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട മാർക്കുകളെല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും. മേഴ്സ് റിലേഷൻ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന CP - CV = CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, കുക്കിംഗ് വെസൽസ് വുഡൻ ഹാൻഡിൽസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വുഡൻ കുക്കിംഗ് വെസൽസ് തടി കൊണ്ടുള്ള ഹാൻഡിൽസ് വെക്കാനുള്ള കാരണം തടി എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. അന്നേരം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. നല്ല ഓർത്തുള്ളത്. ഈ ചാപ്റ്റർ അന്നേരം നിങ്ങൾക്ക് 3 ചാപ്റ്റർ ഇത്രയും ഞാൻ ഈ മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള ചാപ്റ്റർ ആണ് ഓസിലേഷൻസ്. ഓസിലേഷനകത്ത് കുറെ കാര്യങ്ങൾ വേണ്ട, കുറെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഒരെണ്ണം പീരിയോഡിക് മോഷൻ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അതായത് കൃത്യമായ ഇടവേളയിൽ നടക്കുന്ന മോഷനെ പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഓസിലേഷൻ ഓഫ് നമ്മുടെ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്, ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഹാർട്ട് ബീറ്റ് ഓഫ് എ ഹെൽത്തി പേഴ്സൺ. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് പീരിയോഡിക് മോഷൻ തന്നെയാണ്, പക്ഷെ ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം.
എന്നിട്ട് ഹാർട്ട് ബീറ്റ് ഓഫ് എ ഹെൽത്തി പേഴ്സൺ ടു ആൻഡ് ഫ്രോ അല്ല, ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ടു ആൻഡ് ഫ്രോ അല്ല, ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം രണ്ടിനും സൂപ്പറാണ്. ഏതിനൊക്കെ? പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്, ഓസിലേറ്ററി മോഷൻ ഏത് എക്സാമ്പിൾ ആണ്? ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓസിലേഷൻസ് ഇല്ല, ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സാധനം ഇവനാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ, വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട് പബ്ലിക് എക്സാം. A particle is said to be in simple harmonic motion when it vibrates periodically. ഒരു പാട്ട് പോലൊക്കെ പഠിച്ചേക്കണം. In such a way that force acting on it is directly proportional to displacement in a fixed path and is always opposite to the fixed point. അതായത് F എന്ന് പറയുന്ന ഫോഴ്സ് is directly proportional to -x. ഓപ്പോസിറ്റ് ടു എന്ന് പറയുമ്പോഴാണ് -1. മൈനസ് സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. F is equal to -kx where k is called, ആ k പറയുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. എന്താ കോൺസ്റ്റന്റ് ആണ്? ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞുതരാം. മെയിൻ ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇവനാണ് മെയിൻ ഇക്വേഷൻ കേട്ടോ. ഈ ചാപ്റ്ററിനെ നിയന്ത്രിക്കുന്ന ഇവനാണ്. F is equal to -kx. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തുടങ്ങുന്നത് F is equal to -kx, ഇക്വേഷൻ നമ്പർ 1. ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് F is equal to ma. F is equal to m into a പകരം d²x/dt². ചിലർ പറയും ഇങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നത് a പകരം d²x/dt². ഇനി എങ്ങനെ വന്ന മാഷെന്ന് ചോദിച്ചാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt, ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ dv/dt. a is equal to d/dt ഓഫ്, നിങ്ങൾ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്, ബിക്ക് പകരം dx/dt. അന്നേരം a is equal to d²x/dt². ഇങ്ങനെയാണ് വരുന്നത്. അന്നേരം അതിനെക്കാട്ടി ഭേദം ഇത് പെട്ടെന്ന് പഠിക്കുക. എക്ക് വരെ എന്ത് കൊടുക്കാം? d²x/dt², ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 നിങ്ങൾ നോക്കിയേ, ഒരു സൈഡ് സെയിം ആണ്, എഫ് ആണ്. അന്നേരം ഇക്വേറ്റിംഗ് 1 and 2. അന്നേരം m into d²x/dt² is equal to -kx. -kx ഇപ്പുറത്ത് കൊണ്ടുവരിക. അന്നേരം m into d²x/dt² plus kx is equal to 0. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ m, മൊത്തത്തിൽ m കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം ഈ m അങ്ങ് പോകും, കാരണം ഡിവൈഡ് ബൈ m വരുമ്പോൾ ഈ m ക്യാൻസൽ ആവും. kx/m നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, k/m into x is equal to 0. k/m എന്ന് പറയുന്നത് ω² എന്ന് കൊടുത്തു. അന്നേരം നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടി d²x/dt² പ്ലസ് ω²x is equal to 0. ഇതിന്റെ സൊല്യൂഷൻ ആണ് നാണ്ടി കിടക്കുന്നത്. x is equal to a cos ωt ± 5. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇത് എഴുതിയതിനു ശേഷം ഈ സൊല്യൂഷൻ എഴുതിയേക്കണം. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ കോസിന് സൈനിന് മുമ്പായിട്ട് കിടക്കുന്ന എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് പഠിച്ചോണം. പിന്നെ നിങ്ങൾ ഇത് പഠിച്ചോണം, എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ, ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ ഇതൊന്നും പഠിക്കാനില്ല. ഡാംഡ് ഓസിലേഷൻ, എക്സ്പ്രഷൻ ഫോർ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഇതൊന്നും പഠിക്കണ്ട. പിന്നെ നമുക്ക് വരേണ്ടത് ഇതാണ്, എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് ഏറ്റവും കൂടുതൽ വട്ട ഓസിലേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്. സിമ്പിൾ പെൻഡുലം, എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ നോക്കാം. ടൈം പീരീഡ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കണം. T is equal to 2π into √L/g. നമ്മൾ ഇതിനകത്ത് ഡയമെൻഷൻ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം നോക്കിയേ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു നൂലുണ്ടല്ലോ, ആ നൂലിന്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഇത് ബോബാണ്. ആ ബോബ് നമ്മളിങ്ങനെ അങ്ങോട്ട് എറിയുമ്പോൾ A എന്ന് പറയുന്ന ആ ബോബാണ്. ആ ബോബ് അങ്ങോട്ട് എറിയുമ്പോൾ ഉള്ള മറ്റൊരു പൊസിഷനാണ് B. ആ ബോബിന്റെ മാസ് ആണ് mg. mg രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിച്ചു, mg cos θ, mg sin θ. ഈ mg cos θയുടെ നേരെ T എന്ന് പറഞ്ഞാൽ എന്തുവാ? ടെൻഷൻ ഓഫ് ദി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ട്രിങ് അനുഭവിക്കുന്ന ഭയങ്കരമായ ടെൻഷൻ ആണോ? അല്ല, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്നാണ്. അന്നേരം mg cos θയുടെ നേരെ ആയതുകൊണ്ട് T നേരെ ആയതുകൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്യുമെന്ന് പറയാം. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, T is equal to mg cos θ നേരെ ആയതുകൊണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഈ mg sin θ ഇങ്ങോട്ട് വരുന്ന ഒരു ഫോഴ്സ് അല്ലേ, തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരെന്തോടെ? റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താ ഫോഴ്സ് ആണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ F is equal to -mg sin θ. മൈനസ് ഒന്ന് റീസ്റ്റോറിംഗ് ആയതുകൊണ്ടാണ് -mg sin θ. തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് തീറ്റ കളയുമില്ല, സൈൻ എടുത്ത് കളയാം. ആ സൈൻ തീറ്റയിലെ സൈൻ എടുത്ത് കളയണം. F is equal to -mg θ, ഇക്വേഷൻ നമ്പർ 2. ആംഗിൾ is equal to ആർക്ക് ബൈ റേഡിയസ്. തീറ്റ is equal to ആർക്ക് എന്ന് പറയുന്നത് ഇതാണ് x, ഇതാണ് ആർക്ക്.
ബൈ റേഡിയസ് എന്ന് പറയാം എൽ. അന്നേരം തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. അന്നേരം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു തീറ്റയ്ക്ക് പകരം എക്സ് ബൈ എൽ. അന്നേരം എഫ് ഈസ് ഈക്വൽ മൈനസ് എം ജി എക്സ് ബൈ എൽ, ഇക്വേഷൻ നമ്പർ 3. എന്നിട്ട് ഫ്രം ന്യൂട്ടനെ സ്പെല്ലിംഗ് എഴുതി കോളമാക്കി, പ്രിന്റിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ, അതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. എ ഈസ് ഈക്വൽ ടു എഫിന് പകരം ഇത് കൊടുക്കലോടെ മൈനസ് എം ജി എക്സ് ബൈ എൽ. അന്നേരം എ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ. അതിന്റെ കൂട്ടത്തിൽ ഈ എം കൂടെ വരും, എമ്മും ക്യാൻസൽ ആയി. എ ഈസ് ഈക്വൽ ടു മൈനസ് ജി എക്സ് ബൈ എൽ. ഇവനെ നമുക്ക് സുന്ദര കുട്ടപ്പനാക്കാം. എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതണം, എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്, ഇക്വേഷൻ നമ്പർ 4. ആക്സലറേഷന്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ്, ഇത് നിങ്ങൾ കാണാൻ പഠിച്ചോണം. എ ഈസ് ഈക്വൽ കിട്ടുന്നതാണ്, എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ഇക്വേഷൻ നമ്പർ 5. 4ഉം 5 നിങ്ങൾ നോക്കി, ഒരു സൈഡ് എ ആ, അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. മൈനസും വെട്ടിപ്പോയി, എക്സും വെട്ടിപ്പോയി. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു റൂട്ട് ബി എല്ലയോ, അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗയ്ക്ക് വരെ നമ്മൾ മോഷൻ പ്ലെയിൻ എന്ന് കൊടുത്തു 2π/t എന്ന് കൊടുക്കുക. ഒമേഗയ്ക്ക് വരെ 2π/t ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. 2π/t ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് പറഞ്ഞാൽ റൂട്ട് ജി ബൈ റൂട്ട് എൽ. റൂട്ട് ജി ബൈ റൂട്ട് എൽ നമുക്ക് വേണ്ടത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2π ഇൻറ്റു ഇതാണ് ഇങ്ങനെ തന്നെ റൂട്ട് എൽ ബൈ റൂട്ട് ജി. റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബൈ ബി, തിരിച്ചു മറിച്ചു എഴുതാം കേട്ടോ. റൂട്ട് എൽ ബൈ റൂട്ട് ജി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എൽ ബൈ ജി. ഉത്തരം കിട്ടി, ടി സിയിൽ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. 100 വട്ടം നിങ്ങൾ വായിച്ച് പഠിച്ചാലും എഴുതാൻ പറ്റത്തില്ല. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചാൽ, നല്ല ഒന്ന് 2 വട്ടം ഒന്ന് കണ്ടിട്ടൊന്ന് എഴുതി പഠിച്ചാൽ പിന്നെ പരീക്ഷ തീരുന്ന വരെ മാർക്കത്തില്ല. അത് മാഷിന്റെ 5 വർഷത്തെ വാറന്റി കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്, ലോഡഡ് സ്പ്രിംഗ്. അതോടെ നോക്കിക്കൊണ്ട് പോവുക. ഇതാണ് ഓസിലേഷൻ, സിമ്പിൾ ഹമ്പിൾ. ഇതിനകത്ത് 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. വാട്ട് ഈസ് സെക്കൻഡ് സ്പെൻഡുലം, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സെക്കൻഡ് സ്പെൻഡുലം. സെക്കൻഡ് സ്പെൻഡുലം എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്ന ടൈം പീരീഡ് ടി 2 സെക്കൻഡ് ആകുന്നതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് സ്പെൻഡുലം. ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്നതിനെ പറയുന്ന പേര് സെക്കൻഡ് സ്പെൻഡുലം. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ കൊടുക്കുക. ടി ഈസിക്കൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ടിക്ക് വരാൻ 2 എന്ന് കൊടുക്കുക. 2 ഈസിക്കൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. 2 അങ്ങ് വെട്ടിപ്പോയി, ബാക്കി ഇങ്ങനെ വരും 1 ഈസിക്കൽ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇത് തിരിച്ച് അങ്ങ് എഴുതിക്കുന്നേ ഉള്ളൂ. പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഈസിക്കൽ ടു 1. ഈ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ 2 സൈഡിലൊന്ന് സ്ക്വയർ ചെയ്യും, പിന്നെ അല്ലാതെ അന്നേരം പൈ സ്ക്വയർ ചെയ്താൽ പൈ സ്ക്വയർ, റൂട്ട് ഓഫ് എൽ ബൈ ജി സ്ക്വയർ ചെയ്താൽ റൂട്ട് ഓഫ് എൽ ബൈ ജി സ്ക്വയർ ചെയ്താൽ റൂട്ട് അങ്ങ് പോകും. അന്നേരം പൈ സ്ക്വയർ എൽ ബൈ ജി ഈസിക്കൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അന്നേരം പൈ സ്ക്വയർ എൽ ബൈ ജി ഈസിക്കൽ ടു 1. അതിൽ നിന്ന് പൈ സ്ക്വയർ എൽ ഈസിക്കൽ ടു ക്രോസ് ജി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ജി. അതിൽ നിന്ന് എൽ ഈസിക്കൽ ടു ജി ബൈ പൈ സ്ക്വയർ. എൽ ഈസിക്കൽ ടു ജിക്ക് വരാൻ 9.8 ബൈ പൈ സ്ക്വയറിന് വരാൻ 3.14 ദി ഹോൾ സ്ക്വയർ. അത് എൽ ഈസിക്കൽ ടു 9.8 ബൈ 9.8596 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. എൽ ഈസിക്കൽ 0.993 മീറ്റർ അടി. അതിനെ സെന്റിമീറ്റർ ആകുമ്പോൾ 99.3 സെന്റിമീറ്റർ. ആദ്യ മീറ്റർ തന്നെ 99.3 സെന്റിമീറ്റർ. ഇത് 3 മാർക്കിന് ചോദിച്ചാൽ അതിശയപ്പെടാൻ കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് മാഷ എല്ലാ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അടുത്തത് 5 മാർക്കിന് ചോദിച്ച് ഞെട്ടിയിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ എഴുതുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് ഈസിക്കൽ ടു 0.25 കോസ് 6280 ടി മൈനസ് π/3. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ആംഗുലർ ഫ്രീക്വൻസി ഉണ്ട്, പിന്നെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, പിന്നെ ഒരു പീരീഡ് ഉണ്ട്, പിന്നെ ഇനീഷ്യൽ ഫേസ് ഉണ്ട്. അന്നേരം എളുപ്പത്തിൽ പറയാം. ആംപ്ലിറ്റ്യൂഡ് കോസിനോ സൈനോ മുമ്പേ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ എക്സ് ഈസിക്കൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് 5 ഈ ഫോമിലല്ലേ കിടക്കുന്നത്. പിന്നെ എളുപ്പമല്ലേ, കോസിന് മുമ്പായിട്ട് എടുക്കുന്നതാണ്, സൈന് മുമ്പായിട്ട് എടുക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. അന്നേരം ആംപ്ലിറ്റ്യൂഡ് ഏതാ, എ ഈസിക്കൽ ടു എഴുതിയിട്ടുണ്ട്. എ ഈസിക്കൽ ടു 0.25 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നുണ്ട്. 0.25 മില്ലിമീറ്റർ. ഇനി ഒമേഗയ്ക്ക് പകരം ഇവിടെ എന്ത് കിടക്കുന്നേ ആണ് 6 ഒമേഗ ടി. ഒമേഗ ടിക്ക് പകരം കിടക്കുന്ന 6280.
അന്നേരം 6280 റേഡിയൻ പെർ സെക്കൻഡ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒമേഗ ഈസിക്കൽ 2πf, അതിൽ നിന്ന് എഫ് ഈസിക്കൽ സ്മോൾ എഫ്, എഫ് ഈസിക്കൽ ഒമേഗ ബൈ 2π. ഒമേഗ വരെ 6280 ബൈ 2 ഇൻറ്റു പൈക്ക് വരെ 3.14. നമുക്ക് 1000 ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് എന്ന് കിട്ടും. പീരീഡ് എന്ന് പറഞ്ഞാൽ 1/f എന്നാണ്. അന്നേരം 1/1000. 1/1000 എന്ന് പറഞ്ഞാൽ 1/10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ സെക്കൻഡ്. ഇനി ഇനീഷ്യൽ ഫേസ് ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് എപ്പോക്ക് എന്ന് പറയുന്നതാണ്. 5ക്ക് പകരം കിടക്കുന്നതാണ് -π/3. അന്നേരം -π/3 റേഡിയൻ. 5 മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് ഓസിലേഷൻസ്? സിമ്പിൾ. അതെ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയുള്ള സാധനം എന്ന് പറയുന്നത് വേവ്സ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പോകാം. ഓക്കെ, അടുത്ത നമ്മുടെ ഇവിടെ മുതൽ എടുക്കണം. അത് നമ്മുടെ വേവ്സ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ. ഒരു 4-5 മാർക്ക് മാക്സിമം. അതായത് വേവ്സ് 2 രീതിയിലുണ്ട്. ട്രാൻസ്വേഴ്സ് ചെയ്യുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ, ഇതാണ് മീഡിയമെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവ്. എക്സാമ്പിൾ ലൈറ്റ് വേവ്സ്. പാരലൽ ആയിട്ടാണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. പെർപെൻഡിക്കുലർ പാരലൽ ഓർത്തിരുന്നാൽ മതി. പിന്നെ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡലും തമ്മിലുള്ള റിലേഷൻ രണ്ട് ഈക്വേഷൻ സിമ്പിൾ ആണെങ്കിൽ ഓർത്തിരിക്കുക. V = ν⁴. ഈക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. V = ν⁴. പിന്നെ ഈ ഈക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. V √, ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിന് മനസ്സിലാക്കാനുള്ള ഇക്വേഷൻ V √T/m. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനുള്ള മെയിൻ ഇക്വേഷൻ V √E/ρ. പിന്നെ ഈവൻ ന്യൂട്ടൺസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ്. ലാപ്ലേസ് കറക്ഷൻ. ന്യൂട്ടനെ കടത്തി വെട്ടിയാണ്. അതായത് ന്യൂട്ടന്റെ ഇക്വേഷനെ കറക്റ്റ് ചെയ്തതിനാണ് ലാപ്ലേസ്. കറക്റ്റ് ചെയ്തതുകൊണ്ടാണ് ലാപ്ലേസ് കറക്ഷനായി മാറി. ലാപ്ലേസ് കറക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഇതാണ്. V √P/ρ. അത് ലാപ്ലേസ് കറക്റ്റ് ചെയ്തു. V √γP/ρ. അന്നേരം അത് എല്ലാം കൊണ്ടും അത് കറക്റ്റായി. അന്നേരം ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. CP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ, മറ്റേത് കോൺസ്റ്റന്റ് വോളിയം. ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് എയറിൽ 1.4 ആണ്. അന്നേരം ഈക്വേഷൻ ഓർത്തോണം, ലാപ്ലേസ് കറക്ഷൻ പഠിച്ചോണം, പ്രോഗ്രസീവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വ്യൂ പഠിക്കണം, അതിന്റെ എക്സ്പ്രഷൻ നോക്കിക്കോണം. ഇത് നോക്കിക്കൊണ്ട് പോകണം. നിങ്ങൾ സ്റ്റാൻഡിംഗ് വേവ്സ് എളുപ്പമാണ്. സ്റ്റാൻഡിംഗ് വേവ്സ് ആർ സ്റ്റേഷണറി വേവ്സ്. അതുകൊണ്ട് ഇതിനെ 2 വേവിൽ ഒരേ 2 വേവ്സ് ആണ്. ഇതൊരു വേവ് ആണ്, തിരിച്ചിങ്ങോട്ട് വരുന്നൊരു വേവ് ആണ്. സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സെയിം സ്പീഡ് ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. 5 കണ്ടീഷൻ ഏതൊക്കെയാ? സെയിം ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ, സെയിം സ്പീഡ് ആണെങ്കിൽ 2 വേവ്സോടെ കൂടി ചേരുമ്പോൾ കിട്ടുന്ന പുത്തൻ വേവിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷണറി വേവ്സ്. അന്നേരം അതിനകത്ത് നോഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് 0. ഇറ്റ്സ് എ പൊസിഷൻ ഓഫ് 0 ഡിസ്പ്ലേസ്മെന്റ്. ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. 0 ഡിസ്പ്ലേസ്മെന്റ് പറയുന്നവർ നോഡെന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്നവർ ആന്റി നോഡെന്നും. അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കണം, അതിന്റെ എക്സ്പ്രഷൻ നോക്കണം. അതായത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ലോവസ്റ്റ് ഫ്രീക്വൻസി പറയുന്നവർ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കേട്ടോ. ഹയസ്റ്റ് ഫ്രീക്വൻസി പറയുന്നവർ ഓവർടോൺസ്. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി പറയുന്നവർ ഹാർമോണിക്സ്. ഈ 3 ടേമുകളൊന്ന് പഠിച്ചോണം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓവർടോൺസ്, ഹാർമോണിക്സ്. ചാപ്റ്ററിന്റെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പും ഫിഗർ വെച്ച് പഠിച്ചോണം. വളരെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഫിഗർ വെച്ച് പഠിക്കണം. അതിനകത്ത് ഓപ്പൺ പൈപ്പാണോ ക്ലോസ്ഡ് പൈപ്പാണോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്? ഓപ്പൺ പൈപ്പാണ്. കാരണം ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. പക്ഷെ ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. 1:3:5. മറ്റേ ഓപ്പൺ പൈപ്പിൽ 1:2:3:4 എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. അന്നേരം ഓപ്പൺ പൈപ്പാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നല്ലത്. കാരണം എല്ലാ ഹാർമോണിക്സോടെ പ്രസന്റ് ആണ്. അതിന്റെ ഫിഗർ വെച്ച് ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും പഠിച്ചോളുക. ബീറ്റ്സ് പഠിക്കണമെന്നില്ല. പിന്നെ ഇവിടെ ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് 3 ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ഇക്വേഷൻ പഠിക്കാം. ഇത്രയും പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഇത്
ബേസ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കിയാൽ ഈ പറഞ്ഞ ഓപ്പൺ പൈപ്പ് ക്ലോസ് പൈപ്പിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്റ്റാൻഡിങ് വേവ്സ്, സ്റ്റേഷണറി വേവ്സ്, ലാപ്ലേസ് കറക്ഷന്, പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്, ജോൺ വേവ് തമ്മിലുള്ള വ്യത്യാസം, ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. സിമ്പിൾ. ഒരു അരമണിക്കൂർ വേണ്ട മൊത്തം പഠിക്കുക. അന്നേരം ഇന്ന് ഞാൻ പഠിപ്പിച്ച 11 മുതൽ 11, 12, 13, 14, 15 5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ബാക്കി 10 ചാപ്റ്റർ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ 8 ചാപ്റ്റർ അതിക്രൂരമായി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അന്നേരം അതികഠിനമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ക്വിക്ക് റിവിഷനോടൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോവുക. നല്ല മാർക്ക് മേടിക്കുക. ഒരു രീതിയിൽ ഉഴപ്പരുത്. മാക്സിമം മാർക്ക് മേടിച്ചിട്ട് കമന്റ് ഇടുക. നെവർ എവർ ഗിവ് അപ്പ്.